ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മളിന്ന് കിടക്കുന്നതിന് മുമ്പ് ഒരു വചനഭാഗം നമ്മളൊന്ന് ഒരുമിച്ച് വായിക്കാൻ പോകണേ. ഈ വചനഭാഗം നിങ്ങൾ ബൈബിൾ എടുക്കണം. നമ്മൾ ഈ വീഡിയോയുടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബൈബിൾ ഒന്ന് എടുത്ത് കൈപ്പിടിക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. ഒരു കുഞ്ഞു വചനഭാഗമാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ബൈബിളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാരഗ്രാഫ് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഇതായിരിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം 31 മുതലുള്ള വാക്യങ്ങളാണ്. പൗലോസ്ലീഹ ദൈവസ്നേഹ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ഒത്തിരി പേർക്കും ആ പാരഗ്രാഫ് കാണാതെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. പഠിക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇടയ്ക്ക് നമ്മൾ മാസത്തിലൊരിക്കൽ ഒരു സങ്കീർത്തനം പഠിക്കാനൊക്കെ പറയാറില്ലേ, അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് പേഴ്സണലി ഒന്ന് പഠിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ഭയങ്കര പവർ തരുന്നൊരു വചനഭാഗമാണ്. അപ്പം ഇത് നമ്മളൊന്ന് ഒരുമിച്ച് വായിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. നാളെ ഏപ്രിൽ 25-ാം തീയതി നമ്മുടെ ഏകദിന കൺവെൻഷൻ നമ്മുടെ പാമ്പാടിയിലെ ഗുഡ് ന്യൂസ് ധ്യാനേന്ദ്രത്തിൽ വെച്ച് നടക്കാം. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ. നിങ്ങൾ പ്രത്യേകമായിട്ട് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇന്ന് രാത്രിയിലോ ഇല്ലെങ്കിൽ നാളെയോ ഒക്കെ ആയിട്ട് ഒരു 3 നന്മ നിറഞ്ഞ മറിയം ഈ ഏകദിന കൺവെൻഷൻ, നാളത്തെ ഏകദിന കൺവെൻഷൻ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി, അവരുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. രാവിലെ 9:30 മുതൽ 1:30 വരെയുള്ള സമയങ്ങളിലൊക്കെ വലിയൊരു അനുഗ്രഹം കർത്താവ് വിശുദ്ധ കുർബാനയിലും വചന ശുശ്രൂഷ സമയത്തും ആരാധനയിലൊക്കെ വലിയ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഈശോയുടെ സ്നേഹം അവരിലേക്ക് നിറയപ്പെടാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് ബൈബിൾ എടുക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം 31 മുതലുള്ള വാക്യങ്ങളാണ്. പൗലോസ്ലീഹ എനിക്ക് തോന്നുന്നു എഴുതി വെച്ചതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു പാരഗ്രാഫ് ഇതാണെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ചിന്ത. ദൈവസ്നേഹ പാരമ്യം, കർത്താവിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് പറയുക. 31-ാം വാക്യം ഒന്ന് ഫോളോ ചെയ്തോ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ഇതൊരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. നമ്മൾ എത്രയോ പോസിറ്റീവ് എനർജി തരുന്ന പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഒത്തിരി മോട്ടിവേഷണൽ ടോക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ആകാശം വരെ നമ്മൾ കയറിയിട്ട് പിന്നെ താഴെ കൂപ്പ് കുത്തി നിലത്തും വീഴാറുണ്ട്. പക്ഷേ ഇത് ചുമ്മാ മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ ഒന്നല്ല. കർത്താവിൻ്റെ സ്നേഹം ഇങ്ങനെ ഒരാളെ ജ്വലിപ്പിക്കുന്നുണ്ടെങ്കിൽ അയാൾ എഴുതി വെക്കാൻ പറ്റുന്ന ഏക സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരിക്കും. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? സേ ടു യുവർ സെൽഫ്. ഇത് കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളങ്ങ് പറഞ്ഞോ. ഇന്ന് ഈ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഭയങ്ങൾ, സങ്കടങ്ങളുടെ ഒരു ടെൻഷൻ, എന്തൊക്കെയൊക്കെ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഇതിനെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആര് എനിക്ക് എതിര് നിൽക്കും? അടുത്ത വചനം വായിച്ച്, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടൊപ്പം സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? എന്തെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ ഇതും മനസ്സിലുണ്ടായിരിക്കണം. ദൈവം എത്ര വലിയ സ്നേഹ കാണിച്ചത്. തന്നെ ശൂന്യനാക്കി നമ്മുടെ ഇടയിൽ വന്നതാണ്. അവനെ തന്നെ നമുക്ക് തന്നതാണ്. ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും നമുക്ക് ആ ബോധ്യമില്ലേ, തൻ്റെ ശരീരവും രക്തവും വല്ല എടുത്തു തന്നവനാണ്. ആ ദൈവത്തോടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോയെ തന്നെ നമുക്ക് തന്നെങ്കിൽ നമുക്ക് നമുക്ക് എന്ത് തരും? ഈശോയുടെ മക്കളായിട്ട് കർത്താവ് കൂടെയുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് തരുമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പൗലോസ്ലീഹ ആവശ്യപ്പെടുക. 3-ാമത്തെ വചനം ശ്രദ്ധിച്ചേ, 33-ാം വാക്യം. ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? 34-ാം വാക്യം. മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതിനുമായ യേശുക്രിസ്തു തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് ഈശോയാണെന്ന് പറയുക. നമ്മളെ കാണുന്നത് ഈശോയാണെന്ന് പറയുക. മറ്റൊരു വചനഭാഗത്തിൽ നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, ലോകം ഇങ്ങനെ മനുഷ്യരിങ്ങനെ പുറമോടികൾ കണ്ടിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യും. പക്ഷെ കർത്താവ് ഹൃദയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ജഡ്ജ്മെൻറ്റ്, കർത്താവ് എന്താണ് എന്നെക്കുറിച്ച് പറയുക, ഈശോ എന്താണ് എന്നെക്കുറിച്ച് പറയുക, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊല്ലപ്പെടുന്ന ഒരു കുഞ്ഞാടിനെ പോലെ എന്നൊക്കെ പിന്നീട് വചനം വായിക്കുന്നുണ്ട്. ജനം ചിലപ്പോൾ നിങ്ങൾക്കെതിരെ നിൽക്കാം, സിറ്റുവേഷൻസ് നിങ്ങൾക്കെതിരെ നിന്നേക്കാം, സാഹചര്യങ്ങൾ മുഴുവൻ നമുക്കെതിരായിട്ട് മാറാം, കുറ്റാരോപണങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വന്നേക്കാം, ഒറ്റപ്പെട്ടു പോയേക്കാം, ഒരാൾ പോലും തുണയില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് വിങ്ങിപ്പൊട്ടി കരയുന്ന സമയങ്ങൾ വന്നേക്കാം. കുറ്റം ആരോപിക്കട്ടെ. ആര് നമ്മുടെ മേൽ കുറ്റം ആരോപിക്കും? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? കുറ്റം ആരോപിക്കണങ്ങൾ വരട്ടെ, പക്ഷെ എതിര് നിൽക്കില്ല. കാരണം നിന്റെ കൂടെ നിൽക്കുന്നത് കർത്താവാണ്. നീതീകരിക്കുന്നവൻ കർത്താവാണ്. ആ കർത്താവിൻ്റെ മുമ്പിൽ നീതിയോടെ, വിശുദ്ധിയോടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് പൗലോസ്ലീഹ ആവശ്യപ്പെടുക. 35-ാമത്തെ വാക്യം വായിച്ചേ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, വാളോ? ഇത് നമ്മളെല്ലാവരും പേഴ്സണലി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ ടോക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു മെഡിറ്റേഷൻ ആക്കി മാറ്റാം. ഇത് രാത്രി കിടക്കുമ്പോൾ മാത്രം, എല്ലാ ദിവസവും രാത്രിയിൽ ഇതൊന്ന് ചിന്തിച്ചിട്ട് കിടക്കുന്ന നല്ലതാണ്. ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ഇന്ന് ഈ ദിവസം സംഭവിച്ച എന്തെങ്കിലും എന്നെ മാറ്റുന്നുണ്ടോ? എൻ്റെ പ്രയോറിറ്റീസ്, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ ചില സ്വപ്നങ്ങൾ, ചില ബന്ധങ്ങൾ, ഇനി തെറ്റായ വഴികളിലൂടെയൊക്കെ പോയി ചില ബന്ധനങ്ങളിൽ പെട്ടു, ചില പാപങ്ങളിൽ പെട്ടു, തെറ്റായ കൂട്ടുകെട്ടുകളിൽ പെട്ടു, ലഹരികളിൽ പെട്ടു. ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് എന്നെ എന്തെങ്കിലുമൊക്കെ അകറ്റുന്നുണ്ടോ നോക്കണം. അങ്ങനെ അകറ്റുന്നതെല്ലാം മുറിച്ച് കളയണം. ഈശോയിലേക്ക് നിന്നെ അടുക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്നതെല്ലാം അകറ്റി മാറ്റണം. ഇല്ലെങ്കിൽ നീ അകറ്റി മാറ്റേണ്ട സാധനങ്ങളെല്ലാം നിന്റെ അടുത്തേക്ക് വരും. ആ അടുത്തേക്ക് വന്ന് നിന്നെ തകർത്ത് കളയും. ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകില്ല.
ആ സ്നേഹത്തെ തകർത്ത് കളയാൻ വേണ്ടി പട്ടിണി വരാം, വാള് വരാം, ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരാം. പക്ഷെ ഒന്നിലും ഇട്ടേച്ച് പോകരുത്, ഈശോയെ വിട്ടു പോകരുതെന്ന് പൗലോസ്ലീഹ ആവശ്യപ്പെടുക. തൊട്ടടുത്ത വചനം ശ്രദ്ധിച്ചേ, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു 36 വാക്യം, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. പൗലോസ്ലീഹ പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഓർക്കണം, നിന്നെ പ്രതി. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ അബദ്ധം ചെയ്തു എന്നിട്ട് എന്നെ അവർ പീഡിപ്പിച്ചു, എന്നെ അവർ വിഷമിപ്പിച്ചു, എന്നെ അവർ ചീത്ത പറഞ്ഞു, നോ, നമ്മൾ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചതിൻ്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുക, വേദനിക്കുക എന്നുള്ളതല്ല. ഈശോയെ, നിന്നെ പ്രതി ഞാൻ വേദന ഏറ്റെടുക്കാൻ, നിന്നെ പ്രതി ഞാൻ സഹനങ്ങൾ ഏറ്റെടുക്കാൻ. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെയൊക്കെ ഒരു കോളേജിലൊക്കെ നിൽക്കുമ്പോൾ ഒരു കൊന്ത ഇട്ടുകൊണ്ട് പോയിട്ട് എന്നെ കളിയാക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവർ കുരിശെടുത്ത് പുറത്തിട്ടുകൊണ്ട് നടക്കുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ലോകം മുഴുവൻ ഒരു വഴിക്ക് പോകുമ്പോഴത്തേനും ഇവരെല്ലാം കൂടെ ക്രിസ്തുവിൻ്റെ വഴി കൂടെ പോകുന്നത് കണ്ടിട്ടുണ്ട്. നാണം കെടുന്നുണ്ട്, കളിയാക്കപ്പെടുന്നുണ്ട്. പക്ഷെ തീപ്പന്തം പോലെ പിടിച്ച കുറേ പിള്ളേർ, അവരൊക്കെയാണ് നമ്മുടെ സഭ, അവരൊക്കെയാണ് നമ്മുടെ നാളത്തെ സഭ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും ഈശോയുടെ സ്നേഹത്തെ നമ്മളെ വേർപെടുത്താതിരിക്കട്ടെ. വേദനകളും ദുഃഖങ്ങളും ഈ പറഞ്ഞതുപോലെ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്ന പോലത്തെ എല്ലാ ദിവസവും വേദനയുടെ അനുഭവങ്ങളൊക്കെ വരും. പക്ഷെ കയറി പൊക്കണം ഈശോയുടെ സ്നേഹത്തിൽ. അതാ പൗലോസ് 37 വാക്യം പറയുക, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം കണ്ടെത്തിയിരിക്കുന്നു. ഈ ദുഃഖമോ ദുരിതമോ കളിയാക്കലോ വേദനയോ എന്തൊക്കെയൊക്കെ വരട്ടെ, അത് ദിവസവും വരും, നാളെയും വരും. പക്ഷെ നമ്മൾ അതിലെല്ലാം വിജയം വരിക്കുന്നു. ആരിലൂടെ? ഈശോയിലൂടെ. ഈശോയിൽ നമ്മൾ ഇതിൻ്റെ മേലെല്ലാം ഈശോയിൽ നിന്ന് കിട്ടിയ സ്നേഹത്തിൽ ഇതിലെല്ലാം നമ്മൾ വിജയം കണ്ടെത്തിയിരിക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, 38 വാക്യം, എന്തെന്നാൽ മരണത്തിനോ ജീവനോ, ഒരുമിച്ച് വായിച്ചു, ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നമ്മളെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതാണ് പൗലോസ്ലീഹയുടെ അസാധ്യമായൊരു കോൺഫിഡൻസ്. എന്നെ എൻ്റെ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ ഒരാൾക്കും ആവത്തില്ലെന്ന് പൗലോസ്ലീഹ പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടോ? അത് നമ്മൾ പേഴ്സണലി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ കുഞ്ഞു കാര്യങ്ങൾ മതിയാക്കാം ഈശോയെ വിട്ട് കളയാൻ. ഇന്ന് സിനിമയ്ക്ക് പോയി, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടായില്ല. ഇന്ന് ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് കുരിശ് വരയ്ക്കാൻ മറന്നുപോയി. ഇങ്ങനെയുള്ള കുഞ്ഞു കൊസറക്കുള്ളി ന്യായീകരണങ്ങളൊക്കെ കൊണ്ടുവരുന്നവരാണ് നമ്മൾ. അറിയാണ്ട് പറ്റുന്നതായിരിക്കും, നമ്മൾ കുഞ്ഞുങ്ങളല്ലേ, ഈശോയുടെ കുഞ്ഞുങ്ങളല്ലേ, അബദ്ധങ്ങളൊക്കെ പറ്റുന്നുണ്ടാകാം. പക്ഷെ നോക്ക്, പൗലോസ്ലീഹ പറയാണ്, ഉയരത്തിനോ ആഴത്തിനോ കഴിഞ്ഞ കാലങ്ങൾക്കോ വരുന്ന കാലങ്ങൾക്കോ ദൂതന്മാർക്കോ ശക്തികൾക്കോ ഒന്നിനും ഈശോയുടെ സ്നേഹത്തിൽ തന്നെ മാറ്റാനൊന്നും പറ്റത്തൊന്നുമില്ലെന്ന്. ഈ ലോകത്തിലെ എന്ത് ആകർഷണവും ഈ ലോകത്തിലെ എന്ത് സന്തോഷവും ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ആനന്ദത്തോട് തുലനം ചെയ്യുമ്പോൾ ഒന്നുമല്ല. അതിനുവേണ്ടി ഈശോയിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിന് വേണ്ടി വേണമെങ്കിൽ ഞാൻ എല്ലാം ഒഴിവാക്കാമെന്നാണ് പൗലോസ്ലീഹ പറയാം. ഫിലിപ്പി 3 ഇങ്ങനെ എഴുതി വെക്കുന്നില്ലേ, അതെല്ലാം ഞാൻ തള്ളിക്കളയാണ്, എൻ്റെ കർത്താവിനെ കിട്ടാൻ വേണ്ടി ഇതൊക്കെ ഞാൻ ഉച്ചിഷ്ടം പോലെ തള്ളിക്കളയാണെന്ന് പൗലോസ്ലീഹ പറയാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഒത്തിരി പൗലോസ്ലീഹയെ കുറിച്ച് പറഞ്ഞു. പൗലോസ്ലീഹ പറഞ്ഞ വചനമാണ് നമ്മളിന്ന് വായിച്ചത്. ഈശോയെ പൗലോസ്ലീഹ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്കിന്ന് കടന്നുറങ്ങാം. ഇപ്പോൾ ഒരുമിച്ച് അച്ഛൻ്റെ കൂടെ വായിച്ചതുപോലെ ഇന്ന് സാധിക്കുമെങ്കിൽ ഒന്നുകൂടെ ഒരു തവണയും കൂടെ ഈ 31 മുതൽ 39 വരെയുള്ള വാക്കുകൾ ഒരു തവണയും കൂടെ ഒന്ന് ആവർത്തിച്ച് വായിക്കുക. ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് അകറ്റുന്ന, ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ്, അബദ്ധം ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചെങ്കിൽ ഈശോയുടെ ക്ഷമ ചോദിക്കുക, ഈശോയുടെ കരുണ സ്വീകരിക്കുക, ശാന്തമായിട്ട് കിടന്നുറങ്ങുക. ഓക്കെ, ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.